സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ശിവനോട് വായിച്ചാൽ യേശു അവരോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. പിന്നെ പിതാവിനെ എന്നെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലോ ഫിലിപ്പോസേ? അരൂപിയായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് ഞാനെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യഹൂദന്മാർക്ക് പിടികിട്ടാത്ത ഒരു തത്വമാണ്. ഇന്ന് മാത്രമുള്ളതിൽ പലർക്കും പിടികിട്ടാത്ത ഒരു തത്വമാണ്. ഏതായി പിതാവ്, ഏതായി യേശു? മൊത്തം കൺഫ്യൂഷനാണ്. യേശുവിന്റെ പിതാവ് ആരാണ്? ഭയങ്കര കൺഫ്യൂഷനാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനുമില്ല. യഹൂദന്മാർ ആരാധിച്ചിരുന്നതാണ് യേശുവിന്റെ പിതാവ്. എന്നാൽ യേശു അങ്ങനല്ല പറയുന്നത്. നിങ്ങളുടെ പിതാവിനെ അറിയത്തേയില്ല. യഹൂദന്മാരോട് പറയുക, നിങ്ങൾ എന്റെ പിതാവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറിഞ്ഞിരുന്നു. എന്റെ പിതാവ് കരുണയുടെ ഉടമസ്ഥനാണ്, ക്ഷമിക്കുന്നവനാണ്, സ്നേഹത്തിന്റെ ഉറവിടമാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിൽ വന്ന് വാൾ വരുത്താനാണ്, തീ വരുത്താനാണ്. പക്ഷേ എന്റെ പിതാവ് സമ്മതിക്കുന്നില്ല. അത്ര നല്ലവനാണ് എന്റെ പിതാവ്. പിതാവിന്റെ ഒരു ചിത്രം, നല്ലവനായ പിതാവിന്റെ ചിത്രം പ്രോഡിഗൽ സണ്ണിലൂടെ, കുടിയനായ പുത്രന്റെ ഉപമയിലൂടെ ഒക്കെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഇതാണ് എന്റെ പിതാവ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെ അറിയുമോ? ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടി ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ലേ? ഫിലിപ്പോസിന് എനിക്ക് എന്നെ മനസ്സിലാകുന്നില്ലേ? ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 10:38 വാക്യം നമ്മളിലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 10:38 വായിച്ചാൽ, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം. ഇതാണ് എന്റെ പ്രസംഗ വിഷയം. പരീക്ഷകനെ അനുവദിക്കുന്ന ഒരാളത്വത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യം കൊടുത്ത യേശു കർത്താവിനെ പറ്റി പറയുക. രോഗബാധിതരായവർ, പൈശാചിക സാന്നിധ്യത്താൽ നിറഞ്ഞവർ, അവരെയൊക്കെ സൗഖ്യമാക്കി തന്റെ ശുശ്രൂഷ പ്രവൃത്തി മണ്ഡലത്തിൽ മുന്നോട്ട് ചലിച്ച ഒരുവനെ പറ്റി അത്രേ ഞാൻ ഈ പ്രസ്താവിക്കുന്നത്. ആ വാക്യം കംപ്ലീറ്റ് ആയി. സ്തോത്രം. എബ്രായർ 11:3 വായിച്ചത്. എബ്രായർ 11:3 വായിച്ചാൽ, എബ്രായർ 11:3 യേശുവേ ആരാധന. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ദൈവത്തിന്റെ വചനത്താൽ ലോകം ഉളവായി. അല്ലേ? എങ്ങനെ ഈ ലോകം ഉളവായത്? ദൈവത്തിന്റെ വചനത്താൽ ഈ ലോകം ഉളവായി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നു, അവൻ പിതാവിന്റെ വലത്തുഭാഗം ആരംഭം മുതലുള്ളവനായിരുന്നു. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല ഈ പ്രപഞ്ചത്തിൽ. എല്ലാത്തിന്റെയും പിന്നിൽ വചനമായ ദൈവത്തിന്റെ കരം ക്ഷണിച്ചു. വചനം മുഖാന്തരം സകലതും ഉളവായി. വചനം ജഡമെടുത്ത് കൃപയും സത്യവുമായി നിങ്ങളുടെ ഇടയിൽ വന്ന് പാർത്തു. അവിടെ മറ്റു സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ ഒരു അവതരണ രീതിയാണ് യോഹന്നാന്റെ സുവിശേഷം കാണുന്നത്. അല്ലേ? വംശാവലിയുടെ വലിയൊരു നീണ്ട കഥയൊന്നുകൂടെ പറയുന്നില്ല. ഇന്നാരെ ജനിപ്പിച്ചു. അവിടെ വെളിപ്പെടുത്തുന്നത്
യേശു കർത്താവ് വചനമായ ദൈവമാണ്. അവൻ ഈ പ്രപഞ്ചത്തിൽ ജഡമെടുത്ത് കൃപയും സത്യവും നമ്മുടെ പാർത്തു. എന്തിന്? ദൈവശക്തിയിൽ ചലിക്കേണ്ടത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തി തരേണ്ടത്. പിശാചിനെ ജീവിതത്തെ അനുവദിക്കാൻ വേണ്ടിയല്ല, പിശാചിന്റെ കുടിലകളെ പറ്റി ബോധ്യമുള്ളവരെ മാറി അതിന് ജയമെടുക്കേണ്ടതിന് അവൻ ഈ പ്രപഞ്ചത്തിൽ ചിലത് നമുക്ക് മാർഗദർശനമായി അല്ലെങ്കിൽ നമുക്ക് ചില വസ്തുതകൾ അവൻ കാണിച്ചു തരും, നമ്മളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും. അതാണ് കർത്താവ് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഈ രോഗം തന്നത് എന്റെ പിതാവാണല്ലോ, അതവിടെ ഇരിക്കട്ടെ. കാരണം ഈ രോഗമൊക്കെ തരുന്നത് ദൈവമാണല്ലോ, അതവിടെ ഇരിക്കട്ടെ എന്നൊന്നും യേശു പറഞ്ഞതായി ഒരിടത്ത് കാണുന്നില്ല. രോഗികളുടെ അടുത്ത് അല്ലെങ്കിൽ രോഗികൾ സർവശക്തനായ ദൈവമേ, നസ്രയനായ യേശുവേ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ വിളിച്ചു പറയുമ്പോൾ അവൻ കരം നീട്ടി അവരെ തൊട്ടു, അവരുടെ രോഗബന്ധനം അഴിഞ്ഞു. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസിനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. അതൊക്കെ വലിയൊരു ടോപ്പിക്കാണ്, തിയോളജിക്കൽ ഡോക്ടറിനാണ്. പരീക്ഷകൾ അനുവദിക്കുന്ന ദൈവം, ഈ പരീക്ഷകളെ ശാസിച്ച് ഓടിക്കുന്ന ദൈവത്തെ പറ്റി ഞാൻ ഈ പഠിപ്പിക്കുന്നു. പൈശാചിക ശക്തി നിറഞ്ഞൊരു മനുഷ്യൻ നഗ്നനായി കല്ലറകളിൽ പാർത്തു. അവനെ പലതവണ അവൻ ഉറങ്ങുന്ന സമയത്ത് ചങ്ങലകളിൽ ആൾക്കാർ ബന്ധിച്ചു. അവൻ ഉണരുമ്പോൾ ചങ്ങല ഉരുമി അവൻ പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. തന്നെത്താൻ മുറിവേൽപ്പിച്ചു. അവനെ നടക്കുവാൻ, അവനെ ഒതുക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല. വ്യക്തികൾക്കല്ല, സംഘടിത സംവിധാനങ്ങൾക്ക് പോലും കഴിയില്ല. അങ്ങനെയുള്ള ഒരുവന്റെ അടുത്തേക്ക് യേശു കടന്നു വരികയാണ്. അവൻ പാർക്കുന്ന സ്ഥലത്തേക്ക് അവനെ തപ്പി അപ്പോൾ വരികയാണ്. അവൻ പറയുന്നൊരു വാക്ക്, സമയമാകാതെ ഞങ്ങളെ ചില സമയം വ്യവസ്ഥയൊക്കെ ഇല്ലേ, ഈ കയറി വരികയാണ് എന്നെ അറ്റാക്ക് ചെയ്യുക. ഞാനത് അത് മണ്ടയ്ക്ക് വന്ന് ഇന്നേന്റെ പുള്ളികളെ പറ്റി വാദിച്ച പുള്ളിയുടെ അടുത്ത ആളാ. എനിക്ക് വിഷയമല്ല, ഞാൻ വന്നത് തന്നെ ഇതിനെയൊക്കെ അടിക്കാൻ, എന്റെ ജനത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകാനാണ് ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഇറങ്ങി വന്നത്. അവന്റെ പ്രാണനെ എടുക്കുന്നത് കേട്ടോ, അവന്റെ ബാക്കിയുള്ളതെല്ലാം കൊള്ളയിട്ടു എന്ന് പറയുന്ന ആശയമാണിത്. ഓട് പൊട്ടിച്ച് ചൊറി കീറിയതും ദേഹം വലിഞ്ഞു മുറുക്കിയതും അല്ലെങ്കിൽ പഴുപ്പും ചോരയും ഒഴുകി അത് കണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തെ പറ്റി, ആളത്തെ പറ്റി സങ്കല്പങ്ങളും ആശയങ്ങളുമുള്ള പഠനമല്ലിത്. നിന്റെ ദേഹം മുറിവേൽക്കാതിരിക്കേണ്ടതിന്, നീ പൊട്ടി ഒലിക്കാതിരിക്കേണ്ടതിന്, പിശാചിനാൽ നീ ബന്ധിക്കപ്പെടാതിരിക്കേണ്ടതിന് അവൻ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി കൃപയും സമാധാനമായി വന്ന് പാർത്തു. അവന്റെ ക്രൂശിൽ മരണം മുഖാന്തരം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. മനസ്സിലാക്കുന്ന കർത്താവിന്റെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഒരു ബോധ്യപകത്തുണ്ടാകട്ടെ. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എങ്ങനെ എതിർത്ത് നിൽക്കേണ്ടത്? അതാണ് എഫെസ്യൻസ് 6-ാം അധ്യായം സർവ്വായുധ വർഗ്ഗം ധരിക്കുന്നതിനെ. ഈ സർവ്വായുധ വർഗ്ഗം ധരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ധരിച്ചൊരു അനുഭവത്തിലൂടെ കടന്നു പോകണമെങ്കിൽ അതെന്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒറ്റ വസ്തുതയിൽ നമ്മൾ നിറയണം, ഒരാശയത്തിൽ നമ്മൾ എത്തണം. എന്താണെന്നറിയാമോ? കാൽവരി എനിക്ക് വേണ്ടി മുഴുവൻ സകലം പൂർത്തീകരിച്ചു. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അതുമാത്രം അവന്റെ കൃപ എന്റെ മേൽ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നെ നയിക്കുന്നത് അവന്റെ കൃപയാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നത്തെ ഇന്നാണ് മരിക്കുന്നത് അങ്ങനെ ശാസിച്ചോളും. അത് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമല്ല, മരണശക്തിയെ അഴിക്കുന്നവനാണെന്ന് ദൈവം.
ഇനി വരും ആഴ്ച നിങ്ങളിടത്ത് ഭയങ്കര ആക്സിഡന്റ് ഉണ്ടാകാൻ പോവുകയാണ്. അതിനെ ശാസിക്കണം. അങ്ങനെ ഒരു വാക്കാരുടെയെങ്കിലും വായിൽ കേട്ടാൽ അതിനെ ശാസിക്കണം. എന്റെ നാഥൻ അനർത്ഥങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്നവനല്ല. ഹല്ലേലൂയ. മനുഷ്യൻ സ്വതവേ അനർത്ഥത്തിലേക്ക് നടന്നു കയറിയിട്ട് അനർത്ഥം വന്നു പറയേണ്ട കാര്യമില്ല കേട്ടോ. ചുമന്ന ലൈറ്റ് കത്തിക്കിടക്കുമ്പോൾ അങ്ങോട്ട് പോകരുതെന്നുള്ള ഇൻഡിക്കേഷനാണ്. ദൈവം തരുന്ന ചില സയൻസ്, ചില അടയാളങ്ങളും അതിനെ മനസ്സിലാക്കി ദൈവസേന ബുദ്ധിയോടെ പ്രാഗൽഭ്യത്തോടെ മഹത്വത്തോടെ മുന്നോട്ട് ചലിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു മുഖാന്തരമുള്ള ജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു മുഖാന്തരമുള്ള ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടെസ്റ്ററുടെ പരിപാടി ആ ചിന്ത കാഴ്ചപ്പാടല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രശ്നത്തിലൂടെ കടന്നുമ്പോൾ പറയരുത് ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു എന്ന്. ബൈബിൾ അങ്ങനെ വാക്യമാണ്. ഞാൻ നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. പരീക്ഷ വന്നിട്ട് പിന്നെ പരിഹാരവും പലഹാരവും തരുന്ന പരിപാടിയല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പത്രോസിനെ പാറ്റിക്കളയേണ്ടതിന് അവൻ അനുവാദം ചോദിച്ചു. ആരോട്? എന്റെ അപ്പയോട്. കർത്താവ് അവനെ വത്സിച്ചു കളഞ്ഞു. പോടാ, അവൻ എന്റെ പൈതല, എന്റെ പൈതല, എന്റെ പൈതൽ രാഷ്ട്രമെടുക്കാൻ അധികാരമെടുക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാൻ ചോര കൊണ്ട് വിലക്കെടുത്തതാണ്. ഞാൻ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. എന്റെ മക്കളെ തൊടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എല്ലാം കടന്നു പറയട്ടെ. സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ്. ഒരു ബാധയും എന്റെ കൂടാരത്തിന് മേലെ അടിക്കത്തില്ലെന്നേ. കാരണം രക്തമടയാളമായി രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുത്തത്ര ഞാനായിരിക്കുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കളാവിന്റെയും ചോര കൊണ്ടുള്ള വിശുദ്ധീകരണത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. യാഗങ്ങളിലും യാഗപീഠങ്ങളിലും ഉളവാകുന്ന വസ്തുതകളിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. അവസാനം രക്തം വരെ എനിക്ക് വേണ്ടി ഊറ്റിത്തന്ന കാലുകളിൽ എനിക്ക് വേണ്ടി കിടന്ന് പിടഞ്ഞ് ഇല്ലാതായി മാറി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലത്ര ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കുന്നു. അപ്രകാരം വിശ്വസിക്കുന്ന സകലമേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. എല്ലാ കെട്ടുകളും പൊട്ടിമാറ്റി സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ജനത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. സകല ദുഷ്പ്രവർത്തികളിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ. ആഭിചാരത്തിലും സകലരും മോചനം പ്രാപിക്കട്ടെ. രോഗശക്തികളിൽ നിന്നും സകലരും മോചനം പ്രാപിക്കട്ടെ. ദൈവകൃപയുടെ വ്യാപാരം സകലമേലും നടക്കട്ടെ. സ്വർഗ്ഗത്തിൽ ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം, സാക്ഷ്യങ്ങൾ ഉറപ്പിക്കുന്നതിനെ ഓർത്ത് തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ലാസ്റ്റ് ബ്രൈറ്റത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടെ വിളിച്ചു പറയുകയാണ്, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ്.